Hi, I'm Riza. So in this video, I have planned to make a frame out of the 6 paintings which I made as a content to upload as a short. So my idea is about making it as a collage and making all this in a single frame. ഇതിനു വേണ്ടി we are choosing a frame. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. So I chose this frame for this particular project. ചൂസ് ചെയ്ത ഫ്രെയിം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് വെച്ച സർഫസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നോർമൽ കാർഡ്ബോർഡിൽ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ മേലെ പെയിൻറ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡ്സൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ചുകൂടി അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഫ്രെയിം വാങ്ങുമ്പോൾ കിട്ടിയ അതിൻ്റെ ഉള്ളിലുള്ളൊരു പേപ്പറില്ലേ, അതിൻ്റെ മേലെയാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കൊളാഷ് ചെയ്യുമ്പോൾ എങ്ങനെ അലൈൻ ചെയ്യാമെന്നൊന്ന് പ്ലാൻ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രെയിം വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായ പേപ്പർ തന്നെയാണ്. ബട്ട് മൈ പ്ലാൻ വാസ് ടു കീപ്പ് എ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഈച്ച് പെയിൻറ്റിങ്സ്. ബട്ട് അങ്ങനെ വെക്കാനുള്ള സ്പേസ് ഇതിലില്ല. സോ ഐ തോട്ട് അബൌട്ട് മേക്കിംഗ് ഇറ്റ് ക്ലോസർ. പിന്നെ പെയിൻറ്റിങ്സ് ഈ ഒരു പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നേ കട്ട് ചെയ്യണ്ടല്ലോ, അതിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഓരോ പെയിൻറ്റിങ്സും ആ ഒരു ഷീറ്റിൽ അടുത്തടുത്തായിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്, കാരണം നമുക്ക് കൂടുതൽ സ്പേസ് ഇല്ല. ഫ്രെയിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സംഭവം ശ്രദ്ധിച്ചത്. ഇവിടെയായിട്ട് എന്തെങ്കിലും ഒരു കോഡ്സ് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ബുക്ക് എടുത്ത് എനിക്കൊരു ലൈനില്ല പേപ്പറിൽ കോഡ്സ് ചെയ്താന്ന് തോന്നി. സോ ആദ്യം പിൻട്രസ്റ്റ് എടുത്ത് സൺഫ്ലവർ തീമായിട്ട് എങ്ങനത്തെ കോഡ്സാണ് കിട്ടുക നോക്കി. കുറച്ച് ലൈഫ് ആൻഡ് സൺഫ്ലവർ ബേസ്ഡ് ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഈ ഒരു കോട്ട് ആ പേപ്പറിലേക്ക് എഴുതിയിട്ട് അത് ഇനി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് സൈഡിൽ ഒരു ടെക്സ്ചർ പോലെ ടിയർ ചെയ്തിട്ടോ അതിലേക്ക് ഒട്ടിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൊളാഷ്
പേപ്പറിൻ്റെ, അതായത് ഞാൻ പെയിൻറ്റ് ചെയ്ത പേപ്പറിൻ്റെ സൈസ് കുറച്ച് മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും സംഭവം ഫൈനൽ ലുക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ബൈ.